ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 65 അധ്യായം 2 വാക്യം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥന, ആരുടെയൊക്കെ പ്രാർത്ഥന, ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആദ്യത്തെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 21 വാക്യത്തില് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രിയ മക്കളെ നോക്ക്, ഇസഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ആ ഇസഹാക്ക് പ്രാർത്ഥിച്ചത് യഹോവ കേട്ടു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് സംഖ്യാപുസ്തകം നോക്കുമ്പോൾ 12 അധ്യായം 13 വാക്യത്തില് ഹല്ലേലൂയ, സഹോദരൻ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് മോശ മിര്യാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായത്, എന്തിനാണ് നിലവിളിക്കുവാൻ ഇടയായത്. അതായത് അവൾക്ക് കുഷ്ഠരോഗം കടന്നു വന്നു. എന്തുകൊണ്ടാ? ഹല്ലേലൂയ, നമ്മുടെ സഹോദരന് വേണ്ടി കുറ്റം പറഞ്ഞതിന്റെ ഫലമായിട്ട് അവള് കുഷ്ഠരോഗിയായി തീർന്നു. എന്നിട്ടും സഹോദരൻ അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുക, ഇവൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പറഞ്ഞ്. അടുത്തതായിട്ട് ആവർത്തന പുസ്തകം 9:20 കാണാൻ കഴിയുന്നുണ്ട്, സഹോദരന് വേണ്ടി സഹോദരൻ തന്നെ പ്രാർത്ഥിക്കുന്നത്. അതായത് അഹരോനെ നശിപ്പിക്കുമാറ് അവന്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു. എന്നാൽ ഞാൻ അന്ന് അഹരോന് വേണ്ടി അപേക്ഷിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, നമുക്കറിയാം മോശ ഹല്ലേലൂയ തൻ്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ അടുക്കലേക്ക്, യഹോവയുടെ അടുക്കലേക്ക് ഹല്ലേലൂയ കൽപ്പലകയുമായി ചെന്നപ്പോൾ അത് കഴിഞ്ഞ് ഹല്ലേലൂയ ഇവിടെ കടന്നു വന്ന് കാണുന്നത് അഹരോൻ ഹല്ലേലൂയ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുമ്പാകെ എല്ലാവരും കടന്ന് ഹല്ലേലൂയ കളിക്കുന്നത് കാണുകയാണ്. അതിനെ ആരാധിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഹല്ലേലൂയ അഹരോനെ നശിപ്പിക്കുമാർ അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചെന്നാൽ ഞാൻ അന്ന് അഹരോന് വേണ്ടി അപേക്ഷിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, മോശ അഹരോന് വേണ്ടി അപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് നോക്ക്, യോബിന്റെ പുസ്തകം 42 അധ്യായം 8 വാക്യത്തിൽ കാണാം, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എൻ്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്കറിയാം യോബിനെ കുറ്റം ചുമത്തുവാൻ വേണ്ടി തൻ്റെ ഭാര്യയും സഹോദരന്മാരും സ്നേഹിതന്മാരും എല്ലാവരും കടന്നു വന്ന് കുറ്റം ആരോപിച്ചതാണ്. പിന്നീട് ഇപ്പോൾ എന്താണ്? ഹല്ലേലൂയ, യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമൂവേൽ പുസ്തകം 25 അധ്യായത്തിൽ നമുക്ക് ഹല്ലേലൂയ ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് അബിഗയിൽ നാബാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഹല്ലേലൂയ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാം. ഈ 5 അധ്യായം 44 വാക്യത്തില്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എന്നിട്ട് താഴോട്ടെല്ലാം പറയുന്നുണ്ട്, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരായി, ഉപദ്രവിക്കുന്നവരെ ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, അവരെ സ്നേഹിക്കുന്നവരായി തീരണം. പ്രിയ മക്കളെ, യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 5 അധ്യായം 16 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളിൽ ദീനമായി
കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടേനെ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ മറ്റുള്ളവർ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യത്തില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു ശിമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടേനെ കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, യേശു ശിമോന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയ മക്കളെ, നമ്മൾ നമ്മുടെ ഹല്ലേലൂയ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മോടൊപ്പമുള്ള ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-10 അധ്യായത്തിലെ 10-11 വാക്യങ്ങള് ഹല്ലേലൂയ ശൗലിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്ന് അവൻ വിളികെട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി, പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മൾ വായിച്ചെന്താ? പ്രാർത്ഥന കേൾക്കുന്നവനായുള്ള സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. യേശു അപ്പച്ചന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ മറുപടി ഉണ്ട്. പ്രിയ മക്കളെ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചൻ തക്ക മറുപടി തരുന്ന കർത്താപ്പച്ചന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഏതവസ്ഥയിലും ഹല്ലേലൂയ, ഏതു നേരത്തും എവിടെയും എപ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതിന് സമയമോ സ്ഥലമോ ഒന്നും വേണ്ട. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഹല്ലേലൂയ നമുക്ക് എപ്പോൾ കഴിയുമോ അപ്പോഴെല്ലാം പ്രാർത്ഥിക്കുവാൻ. അതായത് ഹല്ലേലൂയ, നമ്മ ഓരോരുത്തരും കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴായാലും മറ്റു ജോലി സ്ഥലത്തായാലും എവിടെയായിരുന്നാലും നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ മനസ്സറിയുന്ന കർത്താപ്പച്ചൻ, നമ്മുടെ കരങ്ങൾ ഹല്ലേലൂയ, നമ്മുടെ കരങ്ങൾ ചലിക്കുന്നത്, നമ്മുടെ കാലുകൾ അനങ്ങുന്നത്, എവിടെ പോകുന്നു, എന്ത് നിരൂപിക്കുന്നു, എന്തെല്ലാമാ നമ്മുടെ ചിന്തകളെല്ലാം അറിയുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും ഹല്ലേലൂയ, വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലും ഉണ്ടാകുവാൻ, തമ്മിൽ പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ എല്ലാ വിധത്തിലും അവരെ സഹായിക്കണമേ. ഇന്നത്തെ വചനം അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അതിന് മറുപടിയായി തന്നെ തീരണമേന്ന് അടിങ്ങ് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ പ്രാർത്ഥന കേട്ട് ഓരോ മക്കൾക്കും മറുപടി കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.